സിവിൽ സപ്ലൈസ് ഒന്നും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയല്ല. ഇപ്പോൾ ഒരുപാട് കുടിശ്ശിക സപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയാവുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത അരിയും സാധനങ്ങളും കൊണ്ടുവന്ന്, ചെറുപയറൊക്കെ എനിക്കറിയാം, റേഷൻ കടയിൽ നിന്ന് എങ്ങാനും ചെറുപയർ കൊണ്ടുവന്നാൽ എന്നോട് പറയാറുണ്ട് പലരും, നിറയെ അഴുക്കും അതും ഇതൊക്കെയാണ് അതിനകത്ത്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചെറുപയറും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറും രണ്ടും കൂടി കഴുകി നോക്കുക. കഴുകി നോക്കുമ്പോൾ 10 പ്രാവശ്യം കഴുകിയാലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയർ പിന്നെയും നിറം മങ്ങിയിരിക്കും, കല്ലും മറ്റെല്ലാ സാധനങ്ങളും കാണും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചെറുപയറാണെങ്കിൽ കഴുകാതെ അടുപ്പത്ത് കൊണ്ടുപോയിട്ടാലും തരക്കേടില്ല എന്ന് തോന്നത്തക്ക ശുദ്ധിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം. അതായത് പാവങ്ങളെ എന്തെങ്കിലും കൊടുത്ത് വഴിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന ഹീന മനസ്സായിരിക്കരുത് ഒരു ഗവൺമെൻറ്റിന്. ചേർത്തു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്ത് തന്നെ അവരെ ചേർത്ത് പിടിക്കണം. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടായ കാരണം, ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ സപ്ലൈ ചെയ്ത കിറ്റിൽ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ, അതായത് സർക്കാർ ബ്രാൻഡ് വെളിച്ചെണ്ണയായിരുന്നു. ആ വെളിച്ചെണ്ണ പക്ഷെ കഠിനമായിട്ട് മായം കലർന്നിരുന്നു എന്ന് അവസാനം ഫുഡ് സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തി. അവിടെ അത് പ്രശ്നം, അതായത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ചുള്ള പരിശോധനയിൽ അത് വലിയ തോതിൽ മായം ചേർക്കപ്പെട്ട എണ്ണയാണ് അവിടെ കൊടുത്തത്. അപ്പം കേര ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡ് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ ആര് മായം കലർത്തി എന്നുള്ളത് ഗവൺമെൻറ് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരുപക്ഷെ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ കൊടുക്കേണ്ടി വന്ന വെളിച്ചെണ്ണയിൽ മാത്രമായിരിക്കാം മായം കലർത്തിയത്. കാരണം അതേ വെളിച്ചെണ്ണ ബ്രാൻഡ് ഞാനൊക്കെ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ മായം കലർന്നിട്ടുണ്ട് എന്ന് തോന്നാറില്ല. തോന്നിയാൽ ഉടനെ അത് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റുകാരെ കാണിക്കാതിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന കിറ്റിലേക്കുള്ള വെളിച്ചെണ്ണ എവിടെ നിന്ന് പാക്ക് ചെയ്തു? പാക്കറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, അതിൽ നിറയ്ക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല നമ്മുടെ പലതരം കച്ചവടക്കാരെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിൽ പൂർണ്ണമായിട്ടും വേണം. അതുമാത്രമല്ല, ഉപഭോക്താക്കളും ഓർമ്മയിലിരിക്കട്ടെ, വില കുറഞ്ഞു കിട്ടുന്നു, വെറുതെ കിട്ടുന്നു എന്ന് വിചാരിച്ച് എവിടെ നിന്ന് കിട്ടുന്ന എന്തും കൊണ്ടുപോയി സ്വന്തം ജീവനും ബുദ്ധിക്കും ഒക്കെ അപകടം വരുത്തി വെക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം സാധനങ്ങൾ വാങ്ങാനും ഭക്ഷിക്കുവാനും, അല്ലെങ്കിൽ അത് ഭക്ഷണക്രമത്തിലേക്ക് കൊണ്ടുവരുവാനും. ഈ ഓണക്കാലത്ത് സാധാരണ ഏത് ഗവൺമെൻറ് ആണെങ്കിലും, LDF ഗവൺമെൻറ് ആകട്ടെ UDF ഗവൺമെൻറ് ആകട്ടെ, താഴെ തട്ടിലുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കിറ്റ് കൊടുക്കുക, പിന്നെ അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത കൊടുക്കുക, അവർക്ക് വായ്പാ സൗകര്യങ്ങൾ കൊടുക്കുക, ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഓണവിപണി വാനോളം കുതിച്ചുയരാറാണ് പതിവ്. അങ്ങനെ ഓണവിപണി മാത്രമല്ല, കേരളം എന്നും ഒരു ഉത്സവ വിപണി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ കാണിക്കുന്നത്, ഇന്ത്യയുടെ ആകെ ഉപഭോക്തൃ ചെലവിൽ 10.1% ഉപഭോക്തൃ ചെലവ് കേരളത്തിൽ നിന്നാണ്. അതായത് മലയാളികളുടെ കൺസംഷനാണ്. ഇന്ത്യയുടെ ആകെ ഉപഭോക്തൃ മേഖലയിലുള്ള ചെലവിൻ്റെ 10.1% മലയാളികളുടെ ഭാഗത്തുള്ളതാണ്, അഥവാ കേരളത്തിൽ നിന്നാണ്. ഓർത്തു നോക്കണം, കേരളത്തിൽ മലയാളികൾ അഥവാ കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനം വരും? 2.6% കേരളത്തിൻ്റെ ജനസംഖ്യ. ആ 2.6% ജനസംഖ്യയാണ് എന്തുമാത്രം ഉപഭോക്തൃ ഇതിൽ വരുന്നു എന്ന് പറഞ്ഞത്? 10.1%. അപ്പോൾ 10% പോപ്പുലേഷൻ 10.1% ഉപഭോഗം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. പക്ഷേ 2.6% പോപ്പുലേഷൻ മാത്രമുള്ള കേരളത്തിലാണ് 10.1% ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ആശ്ചര്യമുണ്ട്. അതായത് എല്ലാം നമുക്കറിയാം, ആമസോൺ ആകട്ടെ, ഫ്ലിപ്കാർട്ട് ആകട്ടെ, മൈജി ആകട്ടെ, അങ്ങനെ സമസ്ത കമ്പനികളും സെലിബ്രിറ്റികളെ വെച്ച് അഡ്വർടൈസ് ചെയ്ത്, സെലിബ്രിറ്റികൾക്ക് കോടികൾ കൊടുത്ത് അഡ്വർടൈസ് ചെയ്ത് ആ ഉൽപ്പന്നങ്ങളെല്ലാം കേരളത്തിൽ വിറ്റഴിക്കുന്നു, ഇന്ത്യയിൽ വിറ്റഴിക്കുന്നു. പക്ഷേ അതിലേറ്റവും കൂടുതൽ 10.1% വിറ്റഴിക്കപ്പെടുന്നത്
കേരളത്തിലാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന, അതായത് ഇവിടെ സർക്കാർ ഈ ഖജനാവിലെ ഇല്ലാത്ത പണം ഉണ്ടാക്കി ക്ഷാമബത്ത, വായ്പാ സൗകര്യം ഇതെല്ലാം കൊടുക്കുമ്പോൾ സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും വിപണിയിലേക്ക് ഇറങ്ങുന്നു. ഓണത്തിന് കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും വിപണിയിൽ ചെലവഴിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ സർക്കാർ ആർക്കു കൂടിയാണ് ഹസ്തദാനം ചെയ്യുന്നത്? സർക്കാർ ഹസ്തദാനം ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കോ താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങൾക്കോ മാത്രമല്ല, ഈ വ്യാപാരി വ്യവസായികൾക്കാണ്. വ്യാപാരി വ്യവസായികൾ അതനുസരിച്ച് കൊടുക്കേണ്ട നികുതി, അതായത് വിറ്റുവരവിൽ നിന്ന് GSTയിലേക്കും അല്ലാതെയുമൊക്കെ സർക്കാരിലേക്ക് എത്തേണ്ട നികുതി കൃത്യമായി കൊടുക്കുന്നുണ്ടോ, അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ചുമതല പൗരന്മാരായ നമുക്കുണ്ട്. ഏതായാലും തിരുവോണം വരുന്നല്ലേ ഉള്ളൂ. തിരുവോണം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനുള്ള സാധ്യതകളെ പറ്റി ആരായാം.